നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഡിയേഴ്സ്, ഒരു പുതിയൊരു ഡ്രാമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ടേസ്റ്റ്ഫുള്ളി യുവേഴ്സ് എന്നാണ് ഡ്രാമയുടെ പേര് കേട്ടോ. അതില് ഫീമെയിൽ ലീഡ് ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ഗോമിൻസി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. അപ്പൊ ആ ഒരു ആക്ട്രസിന്റെ പുതിയ ഡ്രാമയാണ് കേട്ടോ. ആക്ട്രസിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. സ്വീറ്റ് ഹോം എന്ന് പറയുന്ന ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് യൂത്ത് ഓഫ് മേ എന്ന് പറയുന്ന ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് മുന്നേ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് സ്വീറ്റ് ഹോമിലും യൂത്ത് ഓഫ് മെയിലും ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ആക്ട്രസിന്റെ പുതിയൊരു ഡ്രാമയാണ് ഇപ്പോൾ റിലീസ് ആവാൻ പോകുന്നത്. ടേസ്റ്റ്ഫുള്ളി യുവേഴ്സ് എന്നാണ് ഡ്രാമയുടെ പേര്. അപ്പൊ ഇതില് കൂടെ അഭിനയിക്കുന്നത് മെയിൻ ലീഡ് ആരാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഡ്രാമ ഇന്നലെയാണ് ആ ഡ്രാമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. 성깔도 실력도 가져야겠어. 꼭. ഓ, ആക്ടറിനെ എനിക്കറിയാം, കിം നായോൾ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് സ്ക്വിഡ് ഗെയിമിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും സ്കാർലറ്റ് ഹേർട്ട് റിയോ എന്ന് പറയുന്ന ഡ്രാമയിലെ ആ ഡ്രാമയില് സെക്കൻഡ് ലീഡായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ വെൻ ദ കാമിലിയ ബ്ലൂംസ് എന്ന് പറയുന്ന ഡ്രാമയില് മെയിൽ ലീഡായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ആക്ടറാണ് കേട്ടോ ഇത്. 파이다리 흉내 냈네. 서울도 아닌데. 나 이런 사람인데 다른 어디 있냐? 아 지금 뭐 하자는 겁니까? 오셰프 야가 성격이고 연락이고요. 그래서 맛있는 음식이 식당 인수해줄게. 테이스풀리. 여기서 직접 일하는 거면 생각해 볼게. 어렵다. 일? 왜 혼자요? 나고? 나 왜? 나 안 해! 조선시대 온 거 같네. 나 누구 된 거 같냐? 오늘부터 우리랑 같이 일할 직원분이야. 그래. 누나라고 해. 누나. 누나 안 먹는 거야? 근데 언제부터 내가 그쪽 상nem이 된 거야? 같이 밥 먹으면 식구 된 거지, 왜 그래요? 설레. 설레? 내가 설레? 참나. 이 사람 뭐 하는 사람인지 알고 ആ 일했어. നടീനറിയാം. ആ നടി ഇപ്പൊ റീസെന്റ് ആയിട്ട് ബറീഡ് ഹാർട്ട്സ് എന്ന് പറയുന്ന ഡ്രാമയില് അഭിനയിക്കുന്ന ഫീമെയിൽ ലീഡല്ലേ. ആർഹ്യോൻ സിക്കിന്റെ കൂടെ അഭിനയിക്കുന്ന ആക്ട്രസ് അല്ലേ അത്. ഓ, 한 달만 참고 레시피 얻어서 식당 먹어버리면 되잖아. കാൻഹാനിയോൾ അദ്ദേഹത്തിന്റെ പേരതാണേ. മെയ് 12-നാണ് റിലീസ് ആവാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര കോമഡി ആൻഡ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ്. പിന്നെ ഷെഫുമാരാണ് കേട്ടോ. ഈ ഒരു നടി ഇതില് ഷെഫായിട്ടാണ് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായില്ല. വലിയൊരു ബോസ് ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവളുടെ ഒരിടത്തേക്ക് എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ ഇവളുടെ കൂടെ എന്തിനാണ് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. അത് ചിലപ്പോൾ ഡ്രാമ കണ്ടാൽ തന്നെ അറിയുന്നുണ്ടായിരിക്കുള്ളൂ കേട്ടോ. എന്തായാലും ഭയങ്കര രസമുണ്ടല്ലേ. പൊതുവെ പറയുകയാണെങ്കിൽ ഈ ഒരു ആക്ടറിന്റെ ഡ്രാമ ഉണ്ടല്ലോ കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. കാരണം ഭയങ്കര കോമഡി എലമെന്റ്സ് ഒക്കെ ആഡ് ആക്കുന്ന ഒരു സ്റ്റോറീസിലായിരിക്കും ഇദ്ദേഹം ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ആക്ടിങ് എന്തായാലും എടുത്ത് പറയേണ്ടതാണ്. നല്ല കോമഡിയാണ് ആക്ടിങ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഭയങ്കര കോമഡി അല്ലേ അദ്ദേഹത്തിന്റെ ആക്ടിങ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ ഒരു ആക്ട്രസിന്റെ കരിയറിൽ ചിലപ്പോ ഇനി ഒന്നുകൂടി ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു ഡ്രാമ ആയിരിക്കും ചിലപ്പോ ടേസ്റ്റ്ഫുള്ളി യുവേഴ്സ് എന്ന് പറയുന്നത്. എപ്പിസോഡ്സ് എത്ര ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയത്? ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് അറിയുന്ന ജോഡികളാണോ? അപ്പോൾ നിങ്ങൾക്ക് ഇവരെ പരിചയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നും ജസ്റ്റ് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.